ചാനൽ റീച്ച് ആകുന്നില്ല. ന്യൂ യൂട്യൂബേഴ്സ് ചെയ്യുന്ന ബിഗ് മിസ്റ്റേക്ക്. യൂട്യൂബ് നിച്ച്, ന്യൂ യൂട്യൂബേഴ്സ് ബിഗ് മിസ്റ്റേക്ക് ആൻഡ് ഇമ്പോർട്ടൻറ്റ് മിസ്റ്റേക്സ് ഓഫ് യൂട്യൂബേഴ്സ്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഇപ്പോൾ സാധാരണ ന്യൂ യൂട്യൂബേഴ്സ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അവരുടെ യൂട്യൂബ് ചാനലിൽ എത്ര വീഡിയോസ് ചെയ്തിട്ടും അവരുടെ ചാനൽ ക്ലിക്ക് ആകുന്നില്ല എന്നാണ് പലരും ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പ്രോബ്ലം എന്താണെന്ന് പറയാൻ ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ എല്ലാ യൂട്യൂബ് ചാനലിലും കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ യൂട്യൂബ് എക്സ്പേർട്സും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഒരു ന്യൂ യൂട്യൂബർ ആണെങ്കിൽ, നിങ്ങളുടെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണെങ്കിൽ ആ ചാനലിന് ഒരു കോമൺ നിച്ച് ഉണ്ടായിരിക്കണം. ഈ കോമൺ നിച്ച്, അതെന്താണ് കോമൺ നിച്ച് എന്ന് പറഞ്ഞാലും? ഇപ്പോൾ സിമ്പിളായിട്ട് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവായിരിക്കും. എന്തായാലും ഈ തുടങ്ങുന്ന ദിവസം തന്നെ ഇടിച്ചു തള്ളിയൊന്നും ആളുകൾ എൻ്റെ വീഡിയോസൊന്നും കാണാൻ പോകുന്നില്ല എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ ഞാൻ മറ്റുള്ളവരുടെ ചാനൽ കണ്ടായിരിക്കും ഒരു പക്ഷേ ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു ചാനൽ തുടങ്ങിയത്. അപ്പോൾ അവിടെയൊക്കെ അയ്യോ ചെന്ന് നോക്കിയാൽ എന്തോ ഒരു വ്യൂസാണ്, എന്തോ ഒരു അവർക്ക് ഏണിങ്സാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മളുടെ ഉള്ളങ്ങ് സന്തോഷം കൊണ്ട് പൂത്തൊലയും. ഇതുപോലെയൊക്കെയാണ് നമുക്കിത് വരാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്, ആദ്യം അതൊക്കെ കണ്ടിട്ടൊരു ഗെയിമിംഗ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടു. അപ്പോൾ നമ്മൾക്കറിയാം പുതിയ ചാനലാണ്, വ്യൂസ് ഒന്നും ഇല്ല. 1-2 പേരൊക്കെ ഈ പറഞ്ഞ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഒരു 3-4 പേരൊക്കെ വന്ന് കണ്ടു. ഞാൻ അവിടെ ഇവിടെയൊക്കെ ഷെയർ ചെയ്തു, ഇത്രയും പേരൊക്കെ കണ്ടുള്ളൂ. അപ്പോൾ വ്യൂസ് കുറവാണ്. അത് കണ്ടിട്ട് ഞാൻ എന്താ ചെയ്തത്, ഇതൊന്ന് മാറ്റിപ്പിടിച്ചു. ഇപ്പോൾ ഞാൻ റിയാക്ഷൻ വീഡിയോസിലൊന്ന് കൈവച്ച് നോക്കി. അത് കുറേയൊക്കെ ചെയ്തു. അതും വലിയ കഥയൊന്നും നടക്കുന്നില്ല. അപ്പോൾ എനിക്ക് കുറച്ച് മനസ്സിലൊരു അങ്കലാപ്പൊക്കെ വരാൻ തുടങ്ങി. അയ്യോ, നമ്മളിപ്പോൾ ഇറങ്ങിയത് അബദ്ധമായോ, ആദ്യം ഗെയിമിങ് ചെയ്തു, അത് ചീറ്റിപ്പോയി. ഇപ്പോൾ റിയാക്ഷൻ, അതിനേക്കാളും കഷ്ടമാണ് ഈ റിയാക്ഷൻ വീഡിയോ. ഇതൊക്കെ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ശരി, ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാനന്ന് സ്പോർട്സ് വീഡിയോയിലോ ഇല്ലെങ്കിൽ വ്ളോഗോ ഇങ്ങനെയൊക്കെ മാറ്റി പലതരം കണ്ടൻറ്റ് ഞാൻ ഇങ്ങനെ പരീക്ഷിച്ച് ഇങ്ങനെ നോക്കി ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വ്യൂസ് കൂടും, നാളെ കൂടും, എല്ലാവരുടെയും പോലെ എൻ്റെ വീഡിയോസ് വൈറലാവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ നോക്കിയിരിക്കുന്നത് അത് മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ ആരും ഒന്നും വലുതായിട്ടൊന്നും വന്ന് കാണുന്നുമില്ല. അപ്പോൾ ഇതിൽ ഒരു കോമൺ നിച്ചില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്നറിയാമോ? ഇത്തരത്തിലുള്ള ചാനൽ ക്ലിക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ യൂട്യൂബിൻ്റെ അൽഗോരിതം ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾക്കറിയാം ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, തംബ്നെയിൽ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ചാനലിലെ കണ്ടൻറ്റ്. നമ്മൾ ഒരുപാട് കണ്ടൻറ്റ് ചെയ്യുന്നു, കീവേഡ്സ് കൊടുക്കുന്നു, എല്ലാ ടൈപ്പും കണ്ടൻറ്റ് നമ്മൾ മാറി ചെയ്ത് നോക്കാതെ ഒരു പ്രത്യേക കണ്ടൻറ്റ് മാത്രമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ നിങ്ങൾ വേറൊരാളുടെ വീഡിയോ ഒരു ചാനലിൽ ചെന്ന് നോക്കുന്നു. അപ്പോൾ ആദ്യം അതിൽ വന്നുകൊണ്ടിരുന്നത് കുക്കിംഗ് വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾക്ക് കുക്കിംഗ് ഒക്കെ വളരെ ഇഷ്ടമായതുകൊണ്ട് നിങ്ങൾ ആ ചാനൽ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു. ഇപ്പോൾ 3-4 ദിവസം, കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും അതിൽ കുക്കിംഗ് ഒന്നും കാണുന്നില്ല. അതിന് പറയും ഈ ഗെയിമിംഗ് വീഡിയോസൊക്കെയാണ് വരുന്നത്. അപ്പം നമുക്ക് ഈ ഗെയിമിംഗ് വീഡിയോസിലൊക്കെ ആണെങ്കിൽ വലിയൊരു താല്പര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തുടർന്ന് കാണാനായിട്ട് ആഗ്രഹിക്കില്ല, അല്ലേ? അപ്പോൾ നമ്മളത് മാറ്റി കുക്കിംഗ് വീഡിയോസ് ഇട്ടു, ഇല്ലെങ്കിൽ അടുത്ത വേറെ മാറ്റി ഇങ്ങനെ ഇടുമ്പോഴേക്കും ഈ കുക്കിംഗ് വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ട് വന്നവർക്ക് ഗെയിമിംഗ് വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ വരും. അപ്പോൾ കുക്കിംഗ് വീഡിയോസിൻ്റെ ഇംപ്രഷൻസ് ആയിരിക്കും പിന്നീട് നമ്മൾ ഗെയിമിംഗ് വീഡിയോ ചെയ്യുമ്പോഴേക്കും യൂട്യൂബ് കുക്കിംഗ് വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവർ അതിൽ ക്ലിക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പം അങ്ങനെ ചെയ്താലും അവർ കുറച്ച് നേരമൊക്കെ നോക്കിയിട്ട് അതങ്ങ് കളഞ്ഞിട്ട് പോകും. അപ്പം വാച്ച് അവേഴ്സിൻ്റെ കഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. നമ്മൾ ഒരേ കണ്ടൻറ്റ് ചെയ്താലേ ഈ വാച്ച് അവേഴ്സൊക്കെ കയറി പറ്റുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഈ മാറ്റി പിടിക്കുമ്പോഴേക്കും വാച്ച് അവേഴ്സൊക്കെ എങ്ങനെയാവും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പുതിയ യൂട്യൂബേഴ്സിൽ നിന്നും ഈ ഒരു മിസ്റ്റേക്ക് വരുന്നത് ഇങ്ങനത്തെ ഒരു കാര്യത്തിലാണ്. അപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള കണ്ടൻറ്റൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ മുമ്പ് എനിക്ക് ചാനലുണ്ടായിരുന്നപ്പോൾ ഇതുപോലെ പല തരത്തിലുള്ള കണ്ടൻറ്റൊക്കെ ഇട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ പുതുതായി യൂട്യൂബ് ടിപ്സിനെ പറ്റിയുള്ള ചാനൽ ഞാൻ തുടങ്ങി. അപ്പോൾ ആദ്യം ചെയ്യുന്ന വീഡിയോസൊക്കെ സ്വാഭാവികമായിട്ടും വ്യൂസ് വളരെ കുറവായിരിക്കും. പക്ഷേ പിന്നീട് ഏതെങ്കിലും നമ്മളുടെ ഒരു കണ്ടൻറ്റ് നമ്മൾ നന്നായിട്ട് ചെയ്തു, ഇല്ലെങ്കിൽ നല്ല രീതിക്ക് ഒരു വീഡിയോ പോയി അത് ക്ലിക്കായി
ഒരുപാട് പേര് അത് കണ്ടു, അത് കുറച്ചൊക്കെ ഒന്ന് വൈറലാകാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം സ്വാഭാവികമായും ആളുകൾ ഇത് കുറച്ച് സ്വീകരിക്കാൻ തുടങ്ങി എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മുമ്പ് ചെയ്ത പല കണ്ടൻറ്റും ഇപ്പോൾ ഒരു വീഡിയോ ക്ലിക്ക് ആകുമ്പോഴേക്കും ആളുകൾ എന്താ ചെയ്യുന്നത്, ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ പോയി അതിൽ ക്ലിക്ക് ചെയ്ത് പല പല കണ്ടൻറ്റ് നമ്മളുടെ തന്നെ കാണാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇതെന്തുകൊണ്ടെന്നാൽ നമ്മളിപ്പോൾ വന്നിട്ട് യൂട്യൂബ് ചാനലിന് ഒരു കോമൺ നിച്ചുണ്ട്. അതായത് എൻ്റെ കോമൺ നിച്ച് എന്ന് പറയുന്നത് യൂട്യൂബിനെ കുറിച്ചുള്ള ടിപ്സാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു വീഡിയോ കണ്ട് പിടിച്ച ആളുകൾ അത് ഇഷ്ടപ്പെട്ടതൊന്ന് ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മറ്റുള്ള വീഡിയോസൊക്കെ എല്ലാവരും കണ്ട് നന്നായിട്ട് ഗ്രോ ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഗെയിമിംഗ് വീഡിയോ ചെയ്തോന്ന് വെച്ചോളൂ, അപ്പോൾ അടുത്ത് നിങ്ങളൊരു കുക്കിംഗ് വീഡിയോ ആണ് ഇടുന്നതെങ്കിൽ ആളുകൾക്ക് ഇപ്പോൾ മുമ്പ് പറഞ്ഞ പോലെയുള്ളൊരു താല്പര്യം അതിനകത്ത് ഉണ്ടാകില്ല. അപ്പോൾ പല തരത്തിലും നെഗറ്റീവായിട്ട് നമ്മളുടെ ചാനലിനെ ഇത് ബാധിക്കും. അപ്പോൾ എല്ലാ പുതിയ യൂട്യൂബേഴ്സും നിങ്ങളുടെ ചാനലിന് ഒരു കോമൺ ആയിട്ടുള്ളൊരു നിച്ച് കൊണ്ടുവരിക. മാത്രമല്ല അടുത്തത് നിങ്ങൾക്ക് ഞാൻ പ്രധാനമായിട്ടും ഇതിന് മുമ്പിലൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നല്ല കോൺഫിഡൻസ് ഉള്ള നല്ല കണ്ടൻറ്റ്, നല്ല നോളജബിൾ നിങ്ങൾക്ക് നല്ല നോളജുള്ള ടോപ്പിക്കിനെ കുറിച്ചുള്ള കണ്ടൻറ്റിനെ പറ്റി മാത്രം നിങ്ങൾ ആലോചിക്കുക, അതിനെക്കുറിച്ചുള്ള വീഡിയോസ് മാത്രം ഇടുക. അല്ലാതെ നിങ്ങളിപ്പം എടുത്ത് ചാടി അറിയാൻ വയ്യാത്ത കണ്ടൻറ്റൊക്കെ എടുത്തിട്ടിട്ട് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴേക്കും ഒന്നും പറയാതെ ഓടി രക്ഷപ്പെടേണ്ട ഒരു സ്ഥിതി വരുന്നതിനേക്കാളും ഇപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അറിയാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് കോച്ചിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചെല്ലാം നന്നായിട്ട് അറിയാം. ആരെന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾക്കത് നന്നായിട്ട് ചെയ്യാം, അത് ഗ്രോ ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ അതുപോലെ കുക്കിങ്ങിനെ പറ്റി നല്ല ആധികാരികമായിട്ട് അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ കുക്കിംഗ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് പലരും ഇതൊരു നിസ്സാരമായിട്ട് എഴുതി തള്ളുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ എന്താണ് കയ്യിൽ കിട്ടിയ കണ്ടൻറ്റൊക്കെ ഇട്ട് നോക്കും, വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണെന്ന് ആലോചിക്കാതെയാണ് പലരും ഈ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് ഒന്നും ആയില്ല, ഇതിൽ ഞാൻ രക്ഷപ്പെടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇതുപോലെ ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കാനുണ്ട്. യൂട്യൂബിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതൊരു വലിയൊരു സമുദ്രം പോലെയാണ്. അപ്പോൾ അതിൻ്റെ പോളിസീസ് ആയാലും ശരി, അതിൻ്റെ ഗൈഡ് ലൈൻസ്, അതിൻ്റെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയാൽ മാത്രമേ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ നമ്മൾക്കും ഒരു വിജയിച്ചൊരു സാമാന്യം ഒരു ന്യായമായിട്ടുള്ള ഒരു ഏർണിങ്സ് എങ്കിലും നമ്മൾക്ക് യൂട്യൂബിൽ നിന്നും ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ ഇനി വീഡിയോസ് ചെയ്യുമ്പോഴേക്കും മുമ്പോട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടും എല്ലാവരുമായിട്ടും നിങ്ങൾ അത് പങ്കുവയ്ക്കുക. പിന്നെ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ എന്നും നിങ്ങളുടെ മുമ്പിൽ 9 മണിക്ക് രാവിലെ എത്താറുണ്ട്. അതുപോലെ വൈകുന്നേരം 6 മണിക്ക് ശേഷം ഒരു ചെറിയ ലൈവുമായിട്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാറുണ്ട്. ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ല നല്ല കമൻസ് ഇടാറുണ്ട്. അപ്പോൾ അത് ഞാൻ വായിച്ചിട്ട് എനിക്ക് വളരെ സന്തോഷം ഉണ്ടാകാറുണ്ട്. കാരണം എന്നും ഞാൻ എൻ്റെ എല്ലാ ജോലിയും ഒതുക്കി രാത്രിയിൽ ഒരു 12-1 മണിക്കൊക്കെ ഇതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ എഴുതി ഇതൊക്കെ ശരിയാക്കി എഡിറ്റ് ചെയ്ത് പോസ്റ്റൊക്കെ ചെയ്യാനെങ്കിൽ ഒരു 2-3 അവേഴ്സിൻ്റെ സമയമെങ്കിൽ എനിക്ക് ആകും. അപ്പോൾ അതും കഴിഞ്ഞിട്ട് എൻ്റെ വേണ്ടപ്പെട്ടവരുടെയൊക്കെ വീഡിയോസ് കഴിയുന്നതും കാണാൻ ശ്രമിച്ചിട്ട് മാത്രമേ ഞാൻ ആ ദിവസം അവസാനിപ്പിക്കാറുള്ളൂ. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തുന്നത് വരെ എല്ലാവർക്കും ബൈ.